ഗുരുവായൂർ ഓവുങ്ങൽ മല്ലാട് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ വാഴപ്പുള്ളിയിലെത്തിയാൽ അല്പനേരം നിർത്തിയിടും. കാഴ്ചക്കാരുടെ മനം കവരുന്ന കാറ്റ്സ് ക്ലോ വിസ്മയം ആസ്വദിച്ചാണ് പിന്നീടുള്ള യാത്ര. വാഴപ്പുള്ളി എരങ്ങത്തിയിൽ ബഷീറിന്റെ വീടിന് മുന്നിലാണ് സ്വർണ്ണവർണ്ണത്തോടെ കാറ്റ്സ് ക്ലോ ക്രീപ്പർ ചെടി പൂത്തുലഞ്ഞിരിക്കുന്നത്. പ്രകൃതി ഒരുക്കിയ മഞ്ഞ പട്ടെടുത്ത അലങ്കാരമായി മാറിയിരിക്കുകയാണിത്. ബഷീറും കുടുംബവും വിദേശത്താണെങ്കിലും വീട് ഇപ്പോൾ നാട്ടുകാരുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ്. 15 വർഷം മുൻപ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന നട്ട വള്ളിച്ചെടിയാണ് മഞ്ഞ പട്ടണിഞ്ഞിരിക്കുന്നത്. 8 വർഷമായി പൂക്കാറുണ്ടെങ്കിലും ഇത്തവണത്തെ കാഴ്ച അവിശ്വസനീയമാണ്. പതിവിൽ കവിഞ്ഞ പൂത്തൊലിച്ചിലിനാണ് ഇത്തവണ മതിൽക്കെട്ട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. സമീപത്തുള്ള മാവിനെയും കൂറ്റൻ ക്രിസ്മസ് ട്രീയെയും ഈ അധിനിവേശ സസ്യം വിഴുങ്ങിയിട്ടുണ്ട്. തെങ്ങിനേക്കാൾ ഉയരമുള്ള ക്രിസ്മസ് ട്രീയുടെ ഇല പുറത്തു കാണാത്ത വിധം മഞ്ഞപ്പൂക്കൾ പൊതിഞ്ഞു നിൽക്കുകയാണ്. മാവിലും പൂങ്കുലകൾ തിങ്ങി നിറഞ്ഞാടുകയാണ്. നയനമനോഹരമായ ഈ കാഴ്ച കാണാനും സെൽഫി എടുക്കാനുമായി വഴിയാത്രക്കാരുടെ വലിയ തിരക്കാണിവിടെ അനുഭവപ്പെടുന്നതെന്ന് പരിസരവാസിയായ നഗരസഭാ കൗൺസിലർ ആൻഡ്രൂ തോമസ് പറഞ്ഞു. വാഴപ്പുള്ളിയുടെ ഒരു സൗന്ദര്യമാണ് ബഷീർക്കാരെ വീട്ടിൽ എല്ലാ വർഷവും ഒരു 5-10 ദിവസം ഈ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പ്രദേശത്തുകാർക്ക് മാത്രമല്ല, ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകളും ഇവിടെ നിർത്തി വീഡിയോസും ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഞങ്ങൾക്കും വളരെ സന്തോഷമാണ്. ജോലിക്കാരാണ് തോട്ടം പരിപാലിക്കുന്നത്. പൂച്ചയുടെ നഖം പോലെ 3 അഗ്രങ്ങളുള്ള കൊളുത്തുകൾ ഉപയോഗിച്ച് ഭിത്തികളിലും മരങ്ങളിലും പറ്റിപ്പിടിച്ചു വളരുന്നതിനാലാണ് കാറ്റ്സ് ക്ലോ എന്ന പേര് ലഭിച്ചത്. തെക്കേ അമേരിക്കയിലും കരീബിയൻ ദ്വീപുകളിലുമായി പിറവിയെടുത്ത ഈ പൂച്ചനഖ സസ്യം ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് കുടിയേറുന്നത്. ഇന്നിപ്പോൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിറസാന്നിധ്യമായി. പൂക്കൾക്ക് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ആയുസ്. പൂക്കൾ കൊഴിയുന്നതോടെ നിലം മഞ്ഞ പരവതാനി വിരിക്കും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നിരന്തരമായി പുതിയ പൂക്കൾ വിരിയുകയും 2 ആഴ്ച മുതൽ 1 മാസം വരെ പൂത്തുലഞ്ഞു നിൽക്കുകയും ചെയ്യും. അടുത്ത വർഷം ഇതിലും കൂടുതൽ മനോഹരമായി പൂക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. TCV ന്യൂസ്, ഗുരുവായൂർ.